തൈറോയിഡിന്റെ ബുദ്ധിമുട്ടും തൈറോയിഡിന് മരുന്നും കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ കൂട്ടിയിട്ട് നിങ്ങളുടെ മരുന്ന് ചിലപ്പോൾ കുറയ്ക്കാനും ഇല്ലെങ്കിൽ മരുന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. യഥാർത്ഥ ചികിത്സ പല ആൾക്കും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് തൈറോയിഡിന് മരുന്ന് എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. അത് പല ആളുകളും ശ്രദ്ധിക്കാറുണ്ട്. അത് രാവിലെ വെറും വയറ്റിൽ തന്നെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. വെറും വയറ്റിൽ കഴിക്കുക എന്നത് മാത്രമല്ല, ഒരു മണിക്കൂർ നിങ്ങൾ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല എന്നത് കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ തൈറോയിഡിന് മരുന്ന് കുടിക്കാം. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. രണ്ടാമതായിട്ട് കോൺസിസ്റ്റന്റ് ടൈമിംഗ് വേണം. അതായത് നിങ്ങൾ രാവിലെ 6 മണിക്ക് കുടിക്കുന്ന ഗുളികയാണെങ്കിൽ നിങ്ങൾ 6 മണിക്ക് തന്നെ കുടിക്കണം. കാരണം ഇത് ഹോർമോണിന്റെ ഗുളികയാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിനൊന്നിന് ഡിപ്പെൻഡന്റ് ആയിട്ട് കിടക്കുന്നത്, ഇന്റർലിങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഹോർമോണിന്റെ ബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബാലൻസിങ് കൺട്രോൾ ചെയ്യുന്നതിന് നിങ്ങൾ കുടിക്കുന്ന ഈ ഹോർമോണിന്റെ ഗുളിക ഒരു നിശ്ചിത സമയത്ത് നിർബന്ധമായിട്ടും കുടിക്കുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണം. അത് മറ്റുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് കൊണ്ടാണ് അത് കുടിക്കണമെന്ന് പറയാനുള്ള കാരണം. ഇനി ഗുളിക കുടിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഗുളിക കുടിച്ചാൽ ഏതാണ്ട് 4 മണിക്കൂറിലേക്ക് ചില പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അയൺ കാൽഷ്യം ഗുളിക കുടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, സാധാരണ രീതിയിൽ അയൺ ഗുളിക രാത്രിയും കാൽഷ്യം ഗുളിക രാവിലെയുമാണ് എഴുതാറുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തൈറോയിഡിന് ഗുളിക കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 മണിക്കൂറിലോട്ട് അയൺ കാൽഷ്യം ഗുളികകൾ കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സിട്രസ് ഫ്രൂട്ട്, നമ്മുടെ ലെമൺ അല്ലെങ്കിൽ ഓറഞ്ച് പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതും ആ സമയത്ത് കഴിക്കാത്തതാണ് നല്ലത്. ഇതിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡ് ഹോർമോൺ നിങ്ങൾ കഴിക്കുന്ന ലിവോ തൈറോക്സിനോ പോലത്തെ ഗുളിക ഉണ്ടല്ലോ, ഈ മരുന്നുകൾ കാൽഷ്യവുമായിട്ട് കമ്പൈൻ ചെയ്യും, അയണുമായിട്ട് കമ്പൈൻ ചെയ്യും. സിട്രസ് ഫ്രൂട്ടിന് ആ സമയത്ത് ഇതിന്റെ അബ്സോർഷൻ, അതിന്റെ ആഗിരണം ശരിക്കും നടക്കില്ല. ഈ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആഗിരണം പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പൊ നമ്മൾ 50 mcg കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 25 mcg ആയിരിക്കും. ഇതാണ് അവിടുത്തെ പ്രോബ്ലം. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബ്രാൻഡുകൾ. ഇപ്പോൾ നിങ്ങൾ എലക്ട്രോക്സിൻ ആണ് കഴിക്കുന്നത് അല്ലെങ്കിൽ തൈറോക്സിൻ ആണ് കഴിക്കുന്നത്, ഇങ്ങനത്തെ ബ്രാൻഡ് ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അത് ഏത് ബ്രാൻഡും നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിലേക്കുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിൽ ഡോസ് അഡ്ജസ്റ്റ്മെന്റ് വരുത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാം. ഐ മീൻ ഡോക്ടേഴ്സ് മുഖാന്തരം ഡോസ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ട് അത് മാത്രം ഉപയോഗിക്കുക എന്ന രീതിയിലേക്കായി മാറണം. കാരണം ഒരു ബ്രാൻഡിന്റെ ആഗിരണത്തിന്റെ തോതായിരിക്കില്ല മറ്റൊരു ബ്രാൻഡിന്റെ ആഗിരണത്തിന്റെ തോത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കൂടുതൽ ദിവസത്തോട് ഉപയോഗിക്കുന്ന മരുന്നായതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അഞ്ചാമതായിട്ട് പറയുന്നത്, റെഗുലർ ആയിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാരണം ഇത് നിങ്ങളുടെ ഹോർമോണിന്റെ ബാലൻസിങ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് നോർമൽ ആകാം, അല്ലെങ്കിൽ അത് കൂടുതൽ ഡോസ് വേണ്ടി വരും. അപ്പോൾ റെഗുലർ മോണിറ്ററിങ് നിർബന്ധമാണ്. അപ്പോൾ ഇതെങ്ങനെ മോണിറ്റർ ചെയ്യണം? നിർബന്ധമായിട്ടും നിങ്ങൾ ഡോക്ടർ പറയുന്ന സമയത്ത് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. ചെക്കപ്പ് നടത്തണം. തൈറോയിഡിന്റെ ഹോർമോണിന്റെ ബ്ലഡ് ചെക്കപ്പ് നടത്തണം. ഇതിൽ യഥാർത്ഥത്തിൽ ചെയ്യുന്ന കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡിന് പെട്ടെന്ന് ഒരാൾക്ക് ഡിറ്റക്ട് ചെയ്തു, ഐഡന്റിഫൈ എനിക്ക് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ 1 മാസം 1.5 മാസത്തിന്റെ ഗ്യാപ്പിൽ ഇത് ചെക്കപ്പ് നടത്തണം. കാരണം തൈറോയിഡിന്റെ ഡോസ് പുള്ളിക്കാരന് വേണ്ടതാണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ചെക്കപ്പിലൂടെയാണ്. എന്നിട്ട് ചെക്കപ്പ് നടത്തിയിട്ട് ഈ ചെക്കപ്പ് നടത്തുന്നത് കൂടിയിട്ട് അതിന്റെ വേരിയേഷൻസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നിങ്ങളൊരു പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു മെഡിസിൻ തീരുമാനിക്കാൻ പറ്റും ഏത് ഡോസാണ് കഴിക്കേണ്ടതെന്നുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെക്കപ്പ് നടത്തിയാൽ മതി. പോയിന്റ് നമ്പർ 2 ആണ്. ഇനി ഈ കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കുടിക്കുന്ന നോർമലായിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, അദ്ദേഹത്തിന് ഉറക്കം കൂടുന്നുണ്ട്, വെയിറ്റ് ഗെയിനിങ് വരുന്നുണ്ട്, വെയിറ്റ് ലോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പ്രഗ്നന്റ് ആകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്, ഇത്തരം സിറ്റുവേഷനിൽ ഒന്നുകൂടി ചെക്കപ്പ് നടത്തണം. അപ്പൊ അത് വേരിയേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഈ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം കുടിക്കുന്ന ഗുളിക ഒരു 40, 50 അല്ലെങ്കിൽ 75, 100 ആക്കിയിട്ടുണ്ടെങ്കിൽ, എന്നിരുന്നാലും അവർ 1 മാസമോ 1.5 മാസമോ കഴിയുമ്പോൾ ഒന്നുകൂടി ചെക്കപ്പ് നടത്തണം. എന്നിട്ട് അത് നോർമൽ ആയിട്ടുണ്ട് എന്ന് വന്നാൽ മാത്രമേ പിന്നെ അവർ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചെക്കപ്പ് നടത്തിയാൽ മതി. അപ്പോൾ ഈ ചെക്കപ്പിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പല ആളുകളും അവർക്ക് തോന്നുന്ന രീതിയിലേക്കായിരിക്കും ഇതിൽ ഡോസ് എനിക്ക് ബുദ്ധിമുട്ടില്ല അപ്പോൾ ഗുളികയില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഗുളിക കൂട്ടും. അത് ഒരിക്കലും തന്നെ തൈറോയിഡിന്റെ മരുന്നിന്റെ കാര്യത്തിൽ നിന്നല്ല, ഒരു മരുന്നിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇനി ചില മരുന്നുകളുടെ കൂടെ ഈ പറയുന്ന തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നതും ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും രക്തം കട്ടായിരിക്കുള്ള മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ വല്ല മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസിന് വല്ല ഗുളിക കുടിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഗുളിക കുടിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഏത് മരുന്നെന്ന് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം നിങ്ങൾ തന്നെ തീരുമാനം എടുക്കാൻ സാധ്യതയുള്ളത് മെൻഷൻ ചെയ്യുന്നില്ല.
നിങ്ങൾക്ക് അത്തരം സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ തൈറോയിഡ് ഗുളിക കുടിക്കുന്ന രാവിലെ കുടിക്കുന്ന ഈ ഗുളികൻ്റെ കൂടെ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേറൊരു ഗുളിക കുടിക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പിൽ നിങ്ങൾ പ്രിസ്ക്രിപ്ഷൻ അയക്കാം. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ അയക്കാം. ഞാൻ ചെക്ക് ചെയ്യാം. അതിൻ്റെ റീപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തൈറോയിഡ് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ഒരു അസുഖമല്ല. ഇതൊരു ഡിസോർഡറാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓർഡറിന് മാറ്റം വന്നിട്ടുള്ള ഒരു ഡിസോർഡറാണ് ആക്ച്വലി തൈറോയിഡിന്റെ അസുഖം എന്ന് പറയുന്നത്. അതിനാൽ തന്നെ നാം കഴിക്കുന്ന തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നതോട് കൂടിയിട്ട് ഈ ഡിസോർഡറിനെ ഓർഡറാക്കി മാറ്റിയിട്ടുണ്ട്. ഓർഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുള്ള രോഗി അല്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ചെക്കപ്പിന്റെ കാര്യം പറയാൻ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുള്ളത്, ജലദോഷമോ ബുദ്ധിമുട്ടോ തൊണ്ടവേദന പ്രശ്നങ്ങൾ വന്നിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു കണ്ടിന്യൂസ്ലി 3-4 ദിവസം ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ചെക്കപ്പ് നടത്തിയിട്ട് നിങ്ങളുടെ ഡോസിന്റെ കാൽക്കുലേഷൻ റെഡി ആക്കിയിരിക്കണം. ഓക്കെ, ഡോക്ടറെ കണ്ടിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.